അഭയസ്ഥാനം. നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എന്റെ അഭയസ്ഥാനം. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. യാത്ര ചെയ്യുമ്പോൾ നിശ്ചിത സ്ഥാനത്തേക്ക് ദൂരം രേഖപ്പെടുത്തിയിരിക്കുന്ന സൈൻ ബോർഡുകൾ വഴിയോരങ്ങളിൽ നമുക്ക് കാണാം. നാം ഇന്ന് ചിന്തിക്കേണ്ടത്, ദൈവത്തിൽ നിന്നുമുള്ള നമ്മളുടെ ദൂരം അളക്കുകയാണെങ്കിൽ എത്ര ദൂരം നമ്മളുടെ സൈൻ ബോർഡിൽ നമുക്ക് രേഖപ്പെടുത്തുവാൻ സാധിക്കും? അതോ ദൈവത്തോട് ചേർന്നാണോ നാം നടക്കുന്നത്? ഇന്ന് നാം നടക്കുന്നത് ആർത്തി സംസ്കാരത്തിലാണ്. തന്മൂലം ദൈവത്തിൽ നിന്ന് അകന്ന് സ്വയത്തിലേക്ക് നാം തിരിഞ്ഞിരിക്കുകയാണ്. പരിണിത ഫലം ദൈവത്തിൽ നിന്ന് അകന്ന് സുരക്ഷിതമല്ലാത്ത, ഉറപ്പില്ലാത്ത വഴിയിൽ കൂടെ യാത്ര ചെയ്യുന്നു. അതുകൊണ്ട് ഒരു തിരിച്ചുപോക്ക് നമുക്ക് ആവശ്യമാണ്. തിരിഞ്ഞു നോക്കുമെങ്കിൽ നടന്നു വന്ന കാൽപ്പാടുകൾ കാണുവാൻ കഴിയും. കൂടെ നടന്ന് തോളിലേറ്റി നടത്തിയ ദൈവത്തിൻ്റെ കാൽപ്പാടുകളും അപ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവ് നമ്മോട് കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മിൽ പലരും കർത്താവിനോട് കൂടി നടക്കുവാൻ താല്പര്യം കാണിക്കുന്നില്ല. ദൈവം മനുഷ്യൻ നൽകിയ ചുമതലയായിരുന്നു ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുക എന്നതും ഏദൻ തോട്ടം കാവൽ ചെയ്യുക എന്നതും. ഉൽപ്പത്തി 2:15. എന്നാൽ മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുകയും പാപം ചെയ്യുകയും ചെയ്തു. ദൈവം മനുഷ്യനോടുകൂടി നടക്കുവാൻ തോട്ടത്തിൽ വന്നു എങ്കിലും മനുഷ്യൻ ദൈവത്തോടു കൂടി നടക്കുവാൻ താല്പര്യപ്പെടാതെ ഓടി ഒളിച്ചു. ഉൽപ്പത്തി 3:8. കൽപ്പന ലംഘിച്ച് ദൈവത്തോട് അനുസരണക്കേട് കാട്ടിയതാണ് ഒളിക്കുവാനുള്ള കാരണം. കൽപ്പന ലംഘിച്ച് ദൈവത്തിൽ നിന്നും അകന്നുമാറി നടക്കുന്ന അനേകർ നമ്മുടെ കൂട്ടത്തിലുമില്ലേ? കൂടെ നടക്കുന്ന ദൈവത്തെ മനസ്സിലാക്കാതെ ഭാരപ്പെടുകയും വേദനപ്പെടുകയും ചെയ്യുന്നവരും ഇല്ലേ? കൂടെ നടന്ന യേശുവിനെ മനസ്സിലാക്കാതെ ഭാരപ്പെട്ട് എമ്മൗസിലേക്ക് യാത്ര ചെയ്ത 2 ശിഷ്യന്മാരെക്കുറിച്ച് ലൂക്കോസ് 24 വായിക്കുന്നുണ്ട്. എന്നാൽ കൂടെ നടക്കുന്നവനെ തങ്ങളോടുകൂടി പാർക്കുവാൻ ക്ഷണിച്ചതിനാൽ അവർക്ക് കൂടെ നടന്ന യേശുവിനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞു. അവരുടെ വേദനയും ഭാരവും മാറുകയും ചെയ്തു. നാം പാർക്കുന്നിടത്തേക്ക് കൂടെ നടക്കുന്ന യേശുവിനെ ക്ഷണിക്കുമ്പോൾ നമ്മുടെ വേദനകളും ഭാരങ്ങളും എല്ലാം മാറും. യേശു ആരുടെയും ക്ഷണം നിരസിക്കുന്നവനല്ല. യേശു യെരിഹോയിൽ എത്തി കടന്നു പോകുമ്പോഴാണ് കാട്ടുതീയുടെ മുകളിൽ ഇരിക്കുന്ന സക്കായിയെ കണ്ടത്. സക്കായിയെ കാട്ടത്തിൽ നിന്ന് ഇറക്കിയ യേശു സക്കായിയോടുകൂടി അവൻ്റെ ഭവനത്തിലേക്ക് പോയി. സക്കായി യേശുവിനെ ഭവനത്തിലേക്ക് സ്വീകരിച്ചു. അപ്പോഴാണ് സന്തോഷിപ്പാനും രക്ഷ പ്രാപിപ്പാനും ആ കുടുംബത്തിന് സാധിച്ചത്. ഇസ്രായേൽ മക്കളുടെ മരുഭൂയാത്രയിൽ ദൈവം അവരോട് കൂടെ നടന്നു. ദൈവം തൻ്റെ ജനത്തിനു മുമ്പായി പുറപ്പെട്ടു, മരുഭൂമിയിൽ കൂടി നടന്നു എന്ന സങ്കീർത്തനം 68:7 വായിക്കുന്നത്. അവർ അനുസരണക്കേട് കാണിച്ചു, ദൈവത്തിനെതിരായി പിറുപിറുത്തു, അന്യദൈവങ്ങളെ ആരാധിച്ചു. എന്നിട്ടും ദൈവം അവരോട് കൂടെ നടന്നു. ഇന്ന് നാമും അനുസരണക്കേട് കാണിക്കുന്നവരല്ലേ? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തിയല്ലേ ചെയ്യുന്നത്? ദൈവങ്ങളെ തേടി ഓടി നടക്കുകയല്ലേ? എങ്കിൽ തന്നെ ഇമ്മാനുവേലായി യേശു കർത്താവ് നമ്മോടുകൂടി നടക്കുന്നു എന്നത് വാസ്തവം. ജീവിതത്തിൻ്റെ കഷ്ടതകളിലും വേദനകളിലും കൈവിടാതെ കൂടെ നടക്കുന്നവനാ നമ്മുടെ ദൈവം. ചൂളയിലെ തീ 7 മടങ്ങ് വർദ്ധിപ്പിച്ച് ശദ്രക്, മേശക്, അബേദ്നേഗോ എന്നീ 3 യുവാക്കന്മാരെ തീച്ചൂളയിലേക്ക് എറിഞ്ഞപ്പോൾ 4ാമതൊരുവനായി തീച്ചൂളയിലേക്ക് ഇറങ്ങിച്ചെന്നവനാ നമ്മുടെ ദൈവം. അഗ്നിജാല നീക്കം ചെയ്യുന്നില്ല എങ്കിൽ തന്നെയും അഗ്നികുണ്ഡത്തിൽ ദൈവം കൂടെയുണ്ട് എന്നത് എത്ര ആശ്വാസപ്രദമാണ്. ഏത് സാഹചര്യത്തിലും എവിടെയും കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കും. ആ വാഗ്ദാനമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഒന്ന് തിരിഞ്ഞു നോക്കിയേ.
നമ്മുടെ ജീവിതത്തിൽ എത്രയോ തീച്ചുള്ളിയുടെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ കൈവിടാതെ കർത്താവ് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നാം ഇന്ന് ജീവനോട് ശേഷിച്ചിരിക്കുന്നത്. ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ നമ്മോട് കൂടെ നടക്കുന്നവന് നമ്മുടെ ദൈവം. നമ്മിൽ പരാജയഭീതി ഉളവാകുമ്പോൾ, കഷ്ടതയുടെ തീച്ചുള്ളിൽ കൂടി നടക്കേണ്ടി വരുമ്പോൾ, നമ്മുടെ ബുദ്ധിക്കോ ശക്തിക്കോ നമ്മെ സഹായിപ്പാൻ സാധിക്കാതെ നാം നിരാശയിലായിത്തീരുമ്പോൾ, തൻ്റെ സർവശക്തിയുമായി നമ്മെ കരം പിടിച്ച് നടത്തുന്നവനാ നമ്മുടെ കർത്താവ്. സാത്താൻ അലർന്ന സിംഹം പോലെ നമ്മെ തകർക്കുവാൻ ചുറ്റി നടക്കുമ്പോൾ, സാത്താൻ്റെ സകല ബന്ധനങ്ങളെയും തകർത്ത് മരണത്തെ ജയിച്ചവനായ കർത്താവ് വഴി നടത്തുവാൻ നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. കർത്താവ് കൂടെ നടക്കണമെങ്കിൽ നാം ഒന്ന് ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിൽ ഉള്ളവരായി നടക്കണം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം. എന്താണ് കർത്താവിന് പ്രസാദകരമായ പ്രവൃത്തി? അത് സകല ഗുണവും സൽഗുണവും നീതിയും സത്യവും പ്രവർത്തിക്കുക എന്നത് മാത്രമാണ്. എഫേസ്യർ 5-ന്റെ 10-ാമത്തെ വാക്യം. കർത്താവേ, നിനക്ക് പ്രസാദകരമായ വിധത്തിൽ അധ്വാനിപ്പാനും ഓരോ നിമിഷവും നിന്നോടുകൂടി നടപ്പാനും എന്നെയും എല്ലായ്പ്പോഴും സഹായിക്കണമേ. ആമേൻ. നീ ഞങ്ങൾക്കേകിടും നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ. നീ ഞങ്ങൾക്കേകിടും നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ. ആനന്ദഗാനങ്ങൾ ആകുല നേരത്തും പാടി ഞാൻ ആശ്വസിക്കും.